അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. 100-ാം വാർഷികം ആരാണ് ആഘോഷിക്കുക എന്നതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ച. കേരളത്തിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ തന്നെ, അല്ലെങ്കിൽ ലോകത്തിന് തന്നെ വലിയ മാതൃക സൃഷ്ടിച്ച, കേരളത്തിലെ സമുദായ മുന്നേറ്റത്തിൻ്റെ നെടുന്തൂണായി കഴിഞ്ഞ 100 വർഷക്കാലം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയ്ക്ക് ഈ വരുന്ന 2026 ജൂൺ 26 ആകുമ്പോൾ 100 തികയുമ്പോൾ ആ 100-ാം വാർഷികത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം ആര് ആഘോഷിക്കണമെന്ന ചോദ്യത്തിന് ആർക്കും ആഘോഷിക്കാം സമസ്തയുടെ 100-ാം വാർഷികം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചതിൻ്റെ ലക്ഷ്യം അംഗീകരിക്കുന്നവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആത്മാവും ശരീരവും ഒരുപോലെ ഉൾക്കൊള്ളുന്നവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമ കഴിഞ്ഞ 100 വർഷക്കാലത്തിനിടയിൽ ലോകത്തിന് മാതൃകയാകുന്ന രൂപത്തിൽ ഒരു സമുദായത്തെ, മുസ്ലിം സമുദായത്തെ സ്വയം പര്യാപ്തതയുള്ള ഒരു സമൂഹമാക്കി മാറ്റുന്നതിന് സമസ്ത നിർവഹിച്ച വിപ്ലവങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ 100-ാം വാർഷികം ആഘോഷിക്കാനുള്ള അവകാശമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിലും ഇന്ത്യ രാജ്യത്തും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് സമദൂര സിദ്ധാന്തം ഉയർത്തിപ്പിടിച്ച് എന്നും രാഷ്ട്രീയപരമായ കൃത്യമായ പക്വമായ നയം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തയുടെ രാഷ്ട്രീയ നിലപാടുകളെ ആരൊക്കെയാണോ അംഗീകരിക്കുന്നത് അവർക്കൊക്കെ 100-ാം വാർഷികം ആഘോഷിക്കാം. എല്ലാവരും ആഘോഷിക്കട്ടെ. അതിൻ്റെ പേരിൽ ഇനിയൊരു സംവാദവും തെരുവുകൾ തോറും തർക്കവും നടത്തുന്നതിന് പകരം എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കാൻ പറ്റുമെങ്കിൽ ആഘോഷിക്കുക. ഈ നയനിലപാടുകളെ ഇതെല്ലാം അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആർക്കും ആഘോഷിക്കാം. കേരളത്തിലെ ഈ ഒരു സമസ്തയുടെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുന്ന ലക്ഷോപലക്ഷം വരുന്ന മുഴുവൻ വിശ്വാസികളും ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല, സമസ്തയുടെ 100-ാം വാർഷികത്തെ ഈ രാജ്യത്തെ മറ്റു സമുദായങ്ങൾ പോലും അംഗീകരിക്കുകയും ആ ആഘോഷത്തെ ആദരിക്കുകയും ചെയ്യേണ്ട സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണത്തിന്റെ പശ്ചാത്തലം നമുക്കൊക്കെ അറിയാം. 1921 വരെ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഒരു സംഘടനയേ ഉള്ളൂ, ഒരു പ്രസ്ഥാനമേ ഉള്ളൂ, ഒരു നയമേ ഉള്ളൂ, ഒരു പാരമ്പര്യമായ ധാരയെ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അതെന്താണ്? അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി, ഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ സിന്തൈനി വസബഈന മില്ല വ ഉമ്മത്തി സതഫ്തരിഖു അലാ സലാസിൻ വസബഈന മില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇമാം തുർമദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബനു ഇസ്രായീലർ 72 വിഭാഗമായി തിരിഞ്ഞതുപോലെ എൻ്റെ സമുദായം അങ്ങനെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സമുദായം 73 വിഭാഗമായി ഗ്രൂപ്പായി മാറും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒന്നൊഴികെ. വമാഹിയ യാ റസൂലല്ലാഹ്, ആ ഒരു വിഭാഗം ആരാണെന്ന് തിരുനബിയോട് സഹാബത്ത് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകര് പറഞ്ഞു, മാ അന അലൈഹി വസഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊന്നാണോ അംഗീകരിക്കുന്നത് അതിൻ്റെ മേലിൽ നിലകൊള്ളുന്ന ഒരു സമൂഹമാണ് വിജയിച്ചവർ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ ചുരുക്കി പറയുകയാണ്, 1921 വരെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പള്ളി, ഒരു മിഹ്റാബ്, ഒരു മിമ്പർ, ഒരു ഇമാമ്, ഒരു കമ്മിറ്റി, ഒരു ഖാളി എന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നു കേരളത്തിൽ. ആർക്കും തർക്കമില്ല. 1300 വർഷക്കാലത്തെ കേരളത്തിന്റെ സുവർണാധ്യായങ്ങളായി ലോകത്തൊന്നും രേഖപ്പെടുത്താൻ പറ്റുന്ന ചരിത്രത്തിന്റെ പാരമ്പര്യം. പക്ഷേ 1921 ശേഷം ചില മാറ്റങ്ങളുണ്ടായി. 1921 വരെ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ഒരു പാരമ്പര്യം എന്താണ്? 4-ലൊരു മദ്ഹബിനെ അംഗീകരിക്കുന്ന പാരമ്പര്യമാണ്. 4-ലൊരു മദ്ഹബ്, അതാരംഗീകരിച്ച പാരമ്പര്യമാണ്? ലോകത്തെ ഏറ്റവും വിശുദ്ധരായ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ അംഗീകരിച്ച പാരമ്പര്യ.
ലോകത്തെ ഏറ്റവും വിശ്രുതരായ ഇമാം ബുഖാരി അടക്കം, ഇമാം മുസ്ലിം അടക്കം, ഇമാം തിർമിദി അടക്കമുള്ള ലോക പ്രശസ്ത ഹദീസ് വിശാരദന്മാരായ പണ്ഡിതന്മാരൊക്കെ ലോകത്ത് ഹദീസ് പണ്ഡിതന്മാരെന്ന ഇമാമെന്ന ടൈറ്റിലും അംഗീകാരവും ലഭിച്ചിട്ടും 4 മദ്ഹബിന്റെ ഉള്ളിൽ ഒരു അംഗമായി ജീവിക്കാൻ ഇഷ്ടപ്പെട്ട ആളുകളാണ്. അതാണ് കേരളത്തിൽ 1921 വരെ മുസ്ലിമീങ്ങൾ അവലംബിച്ച സംഘടന പ്രസ്ഥാനം. അതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, 1921 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധീരമായ പോരാട്ടങ്ങളുടെ ചരിത്രം പറയുന്ന സ്വാതന്ത്ര്യ സമരം 1921 മലബാർ സ്വാതന്ത്ര്യ സമരം. ചരിത്രം നമുക്ക് പലപ്പോഴും കേട്ടതും അറിഞ്ഞതുമാണ്, നാം പലപ്പോഴും അനുസ്മരിക്കുന്നതാണ്. അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ആ മലബാർ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചപ്പോൾ കേരളം ഒരു അരക്ഷിതാവസ്ഥയുടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിൽ. കാരണം ആയിരക്കണക്കിന് ആളുകൾ വെടിയേറ്റ് മരിച്ചു, നേതാക്കളെ മുഴുവനും ജയിലിലടച്ചു, ആയിരക്കണക്കിന് മനുഷ്യന്മാരെ അന്ധമാനിലേക്കും അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും നാടുകടത്തപ്പെട്ട, സാമ്പത്തികമായി, സാമൂഹികമായി, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായി എല്ലാ അർത്ഥത്തിലും അരക്ഷിതാവസ്ഥ ഈ സമുദായത്തിൽ ഉണ്ടായൊരു സാഹചര്യം. ആ സാഹചര്യത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് എല്ലാ കാലത്തും അനൈക്യത്തിന്റെ അരക്ഷിതാവസ്ഥ സമ്മാനിക്കുന്ന ചില ഗൂഢാലോചനകൾ നടക്കുകയും അങ്ങനെ 1921 ശേഷം കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇസ്ലാം എന്ന നേരത്തെ പറഞ്ഞ മദ്ഹബിനെ അംഗീകരിക്കുന്ന ഈ സമുദായത്തിന് പിറവിയുണ്ടായ കൊടുങ്ങല്ലൂര്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനും എൻ്റെ സ്വഹാബത്തും ഉൾക്കൊള്ളുന്ന പരമ്പരാഗതമായ പൂർവികരുടെ പാതയാണ് അഹ്ലുസുന്ന, ഇസ്ലാം, ഖുർആനും സുന്നത്തുമെന്ന വിശുദ്ധ ഫാത്തിഹ സൂറത്തിന്റെ അവസാനത്തെ വരികളുടെ പ്രാർത്ഥനയെ ലോകത്ത് പഠിപ്പിക്കുന്ന ഒരു സമുദായം. ആ സമുദായത്തിന് കേരളത്തിൽ കവാടം തുറന്ന കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെ കേരളത്തിലെ ഈ സമുദായത്തിന്റെ എല്ലാവിധ സന്തോഷങ്ങളെയും അരക്ഷിതത്വങ്ങളിൽ നിന്ന് അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്ന ഐക്യസംഘമെന്ന സലഫി പ്രസ്ഥാനങ്ങളുടെ ആദ്യ രൂപം ഇവിടെ രൂപപ്പെടുകയും ഒരു സംഘടന മഹല്ലുകളെ കേന്ദ്രീകരിച്ച്, ഖാദിമാരെ കേന്ദ്രീകരിച്ച്, പണ്ഡിതന്മാരെ കേന്ദ്രീകരിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോയ ഒരു സമൂഹത്തിലെ ഐക്യം ആവശ്യമില്ലാത്ത ഘട്ടത്തിൽ, ഐക്യത്തെക്കുറിച്ച് പ്രസംഗിക്കൽ ആവശ്യമില്ലാത്തൊരു കാലത്ത് ഒരു ഐക്യസംഘം രൂപീകരിച്ചുകൊണ്ട് ബിദ്ഈ പ്രസ്ഥാനങ്ങൾ, മുസ്ലിമീങ്ങൾക്ക് കേട്ടുകേൾവിയില്ലാത്ത ആശയങ്ങളുമായി ചില പ്രസ്ഥാനങ്ങൾ രംഗത്തു വന്നു. അങ്ങനെ രംഗത്ത് വന്നപ്പോ അവരെ പ്രതിരോധിക്കാനും ഈ സമൂഹത്തിന്റെ അസ്തിത്വത്തെ സംരക്ഷിക്കാനും ഈ സമുദായത്തെ വരണ്ട ഒരു ആശയത്തിലേക്ക് നയിക്കാതിരിക്കാനും ഇസ്ലാം എന്നും ഉയർത്തിപ്പിടിച്ച സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും അതുപോലെ തന്നെ തസവൂഫിന്റെയും അടിസ്ഥാനപരമായ യഥാർത്ഥ തൗഹീദിന്റെയും വക്താക്കളായി അടിയുറപ്പിച്ചു നിർത്തുവാനും മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന കേരളത്തിൽ വളരെ വലിയ പ്രശസ്തനായ ഔലിയാക്കളിൽ പ്രമുഖനായ മഹാനായ ഒരു സയ്യിദിന്റെ നേതൃത്വത്തിൽ 1926 ജൂൺ 26 ധാരാളം ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുകയായിരുന്നു. 100 വർഷം തികയാൻ പോകുമ്പോ, 100ാം വാർഷികം ആഘോഷിക്കുമ്പോ ആരെ 100ാം വാർഷികം ആഘോഷിക്കണമെന്നതിനെ സംബന്ധിച്ച് സോഷ്യൽ മാധ്യമങ്ങളും തെരുവുകളും സംവാദവേദികളാക്കി മാറ്റുന്നതിന് പകരം ഇനിയും അതിന്റെ പേരിലുള്ള ഒരു തർക്കം ഈ സമുദായത്തിന് സഹിക്കാൻ കഴിയില്ല. കാരണം അങ്ങനത്തെ തർക്കത്തിന്റെ പേരിൽ ഈ സമുദായം ധാരാളം വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ തർക്കങ്ങൾക്ക് പകരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഖ്യാപിത നയങ്ങളും രാഷ്ട്രീയ നിലപാടുകളും അത് ഉയർത്തിപ്പിടിച്ച ആദർശ പോരാട്ടങ്ങളുടെ പരിണിതിയായി സമുദായം അഭിമുഖീകരിക്കുന്ന അന്തസ്സിനെയും അഭിമാനത്തെയും അതുപോലെ തന്നെ സമുദായത്തിന്റെ കെട്ടുറപ്പിനെയും അംഗീകരിക്കുന്നവരാരൊക്കെയുണ്ടോ അവരെല്ലാവരും ഒന്നിച്ച് നമുക്ക് ഈ 100ാം വാർഷികം ആഘോഷിക്കാമെന്നാണ് പറയുന്നത്. വിവാദങ്ങൾക്ക് വിട കൊടുക്കണം നാം, വിവാദങ്ങൾക്ക് ചെവി കൊടുക്കരുത് നാം. നിർമ്മാണാത്മകമായ ഇനിയും ഒരു 100ഉം 200ഉം 400ഉം വർഷങ്ങളോളം ഈ സമുദായത്തിന് അന്തസ്സോടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് അങ്ങനത്തെ ഒരു അന്തസ്സുണ്ട് ലോകത്തിന്റെ മുന്നിൽ. ഏത് രാജ്യങ്ങളിൽ ചെന്നാലും, ഏത് രാജ്യക്കാര് കേരളത്തിൽ വന്നാലും കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കൊരു അംഗീകാരമുണ്ട്. അതിന് കാരണം എന്താ? സാധാരണക്കാർക്ക് പോലും മതവിജ്ഞാനമുണ്ട്, മതവിദ്യാഭ്യാസമുണ്ട്. വിശുദ്ധ ഖുർആനിലെ ധാരാളം സൂറത്തുകൾക്ക് അവർക്ക് മനപ്പാഠമാണ്. ഇങ്ങനെ ധാരാളം
മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക്, ആലിമീങ്ങൾക്ക് എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് അറിയുന്നത് പോലും അറിയുന്ന സാധാരണക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതെന്തുകൊണ്ടുണ്ടായി സഹോദരന്മാരെ? അതെന്തുകൊണ്ടുണ്ടായി എന്ന് പറഞ്ഞാൽ 1926 രൂപീകരിക്കപ്പെട്ട സമസ്തക്ക് 2.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ 1950 വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് സ്കൂൾ, ഭൗതിക കലാലയങ്ങളിലെ വിദ്യാഭ്യാസ കരിക്കുല സംവിധാനങ്ങളെ പോലും വെല്ലുന്ന മദ്രസ വിദ്യാഭ്യാസ സംവിധാനത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യ ഒട്ടുക്കും, ഇന്ത്യക്ക് പുറത്തും കുഞ്ഞു പ്രായം മുതൽ +2 വരെ അതിലപ്പുറത്തെ പ്രായത്തിലും ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിന്റെ വിശ്വാസപരമായ, കർമ്മപരമായ, ആത്മീയപരമായ സരണിയെക്കുറിച്ച്, ഇസ്ലാമിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ മാനങ്ങളെക്കുറിച്ച്, ഇസ്ലാമിന് ഈ രാജ്യത്തോടുള്ള കൂറിനെ സംബന്ധിച്ച്, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഈ രാജ്യത്തെ ഇതര മതസ്ഥരോടുള്ള സമീപന രീതിയെ, പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മദ്രസ സംവിധാനം. ആ മദ്രസ സംവിധാനമാണ് ഇന്ന് കേരളത്തിലെ ഈ സമുദായത്തിന്റെ അന്തസ്സിന്റെ ഒരു പ്രധാനമായുള്ള കാരണം. മറ്റൊരു കാരണം എന്താണ് സഹോദരന്മാരെ? നാം മനസ്സിലാക്കണം, കേരളത്തിൽ കർസേവകളുടെ ഒരു കാലമുണ്ടായിരുന്നു. 1950 വരെ വലിയ പ്രശ്നങ്ങളില്ല. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിത നേതൃത്വത്തിന്റെ കീഴിൽ വളരെ വലിയ സമ്മേളനങ്ങൾ നടക്കുന്നു, വലിയ കൺവെൻഷനുകൾ നടക്കുന്നു. ആശയവിരോധികളായ ഈ ഭൗതിക പ്രസ്ഥാനക്കാരായ മതയുക്തിവാദികളായ സലഫി വഹാബി മൂവ്മെന്റിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട്, പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട്, അവരോടുള്ള നിസ്സഹകരണ ആശയങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് അവരുടെ മുന്നേറ്റത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നേരിട്ടു പോവുകയാണ്. പക്ഷേ അതുകൊണ്ട് അവസാനിക്കുമോ? കാരണം ഈ പ്രസ്ഥാനത്തെ ഒരു ജനകീയ മുഖമുള്ള, കേരളത്തിലെ സമുദായത്തിന് ആവശ്യമുള്ള ഏത് വിഷയങ്ങളിലും ആത്മാർത്ഥമായി ഇടപെടാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ഒരു യുവജന പ്രസ്ഥാനം ആവശ്യമുണ്ടായിരുന്നു. അതാണ് 1954 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിലെ SYS എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം പ്ലാറ്റിനം ഇയറിലേക്ക് ഈ 2024 പാദമൂന്നുന്ന ആ സംഘടന രൂപീകരിച്ച് 70 ആണ്ട് പിന്നിടുമ്പോൾ കേരളത്തിന് അഭിമാനിക്കാം സഹോദരന്മാരെ. കാരണം കേരളത്തിൽ ചില കർസേവകളുടെ കാലമുണ്ടായിരുന്നു. ഞാനത് പറയുന്നത് 1970-ൻ്റെയും 90-കൾക്കിടയിൽ, അല്ലെങ്കിൽ 60-ൻ്റെയും 90-കൾക്കിടയിൽ ആ കർസേവകൾ കേരളത്തിൽ തുടർന്നിട്ടുണ്ട്. അതെന്താണ് കർസേവകൾ? കേരളത്തിലെ പരമ്പരാഗതമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട ആളുകൾ നിർമ്മിച്ച സ്ഥാപനങ്ങൾ, പള്ളികൾ, മഹല്ലത്തുകൾ, അതുപോലെ തന്നെ വഖഫ് സ്വത്തുകൾ ഭരണവും അധികാരത്തിന്റെയും സ്വാധീനത്തിൽ പിടിച്ചെടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മഅ്ദിൻ ഗ്രാൻഡ് മസ്ജിദിൽ നിന്നാണ് സംസാരിക്കുന്നത്. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട കർസേവകയുടെ ദുഃഖകരമായ സാഹചര്യമൊക്കെ ഇന്ത്യ രാജ്യത്ത് കടന്നുപോയെങ്കിൽ ആ കാലത്ത് കേരളത്തിലും പള്ളികൾ അപമാനിക്കപ്പെട്ടിരുന്നു. എടവണ്ണയിലെ പാലപ്പറ്റയിലെ സുന്നി മസ്ജിദ് വെള്ളിയാഴ്ച ജുമാ നിസ്കാരം നടക്കുന്ന സമയത്ത് കല്ലെറിഞ്ഞ് ജുമാക്ക് വന്ന വിശ്വാസികളെ ആട്ടിയോടിച്ച് വർഷങ്ങളോളം പൂട്ടിയിട്ട് കന്നുകാലികൾക്ക് വിഹരിക്കാനുള്ള ഇടമുണ്ടാക്കിയത് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ മലപ്പുറത്തെ ഇതര മതസ്ഥരല്ല, ഇതര സമുദായക്കാരല്ല, നിരീശ്വരവാദികളല്ല. തൗഹീദിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ മുഴുവനും കാഫിറും അതുപോലെ തന്നെ മുശ്രിക്കുമായി ചിത്രീകരിച്ച വഹാബികളുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ മഹാഭൂരിപക്ഷം ജീവിക്കുന്ന സുന്നികൾ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ജുമാ നടക്കുന്ന സമയത്ത് ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ പോലീസ് ഒത്താശയോടെ പള്ളി എറിഞ്ഞ് പൂട്ടിച്ച് വർഷങ്ങളോളം അടച്ചിട്ട് കന്നുകാലികൾക്ക് വിഹരിക്കാനുള്ള അവസരമുണ്ടാക്കിയിരുന്നു. മലപ്പുറം ജില്ലയിൽ തന്നെ ചേകനൂരിന്റെ പേരിൽ പ്രശസ്തമായ ഒരു പ്രദേശമുണ്ട്, അരൂര്, പുളിക്കൽ അരൂര്. അവിടെയാണ് ചേകനൂരിന്റെ JCB മാന്തി പരാജയപ്പെട്ട മലയുള്ളത്. ആ അരൂരിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. 2 പതിറ്റാണ്ട് കാലത്തോളം അടച്ചിടപ്പെട്ട പള്ളി. ഇതര മതസ്ഥരുടെ കാരണം കൊണ്ടല്ല, വർഗീയവാദികളുടെ കാരണം കൊണ്ടല്ല, നിസ്കരിക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ അടച്ചിട്ടതല്ല സഹോദരന്മാരെ. മറിച്ച് മഹാഭൂരിപക്ഷം സുന്നികൾ താമസിക്കുന്ന പ്രദേശത്ത് വഹാബി മൂവ്മെന്റിന്റെ കീഴിൽ പള്ളി പിടിച്ചടക്കാനുള്ള ശ്രമം നടന്ന് കേസും കുലുമാലുമായി പതിറ്റാണ്ടുകളോളം ആ പള്ളി അടച്ചിടപ്പെട്ടു. കന്നുകാലികൾക്ക് വിഹരിക്കാനുള്ള കേന്ദ്രമായിരുന്നു. ഞാനിത് പറയുന്നത്, പക്ഷേ ഈ 2 പള്ളിയും ഇന്ന് സുന്നികളുടെ കയ്യിലാണ്. അതേ സമയത്ത്
കോഴിക്കോട് മുഹിയുദ്ദീൻ പള്ളി പേര് സൂചിപ്പിക്കുന്നുണ്ടല്ലോ ആരുടെ പള്ളിയാണെന്ന്. കോഴിക്കോട്ടെ ഷാദുലി പള്ളി, അവിടെ ഒരു മക്കാമുണ്ട് പരിസരത്ത്, ആ പേര് സൂചിപ്പിക്കുന്നുണ്ടല്ലോ അത് ആരുടെ പള്ളിയാണെന്ന്. കോഴിക്കോട്ടെ പട്ടാളപ്പള്ളി. അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പള്ളികളും വഹാബികൾ അല്ലെങ്കിൽ സലഫികൾ കൈയടക്കിയിരുന്നു. എന്തിന്റെ പേരിലായിരുന്നു? സുന്നികൾക്ക് സംഘടിത മുന്നേറ്റത്തിന് ഒരു ശക്തിയില്ലാത്തൊരു കാലത്ത്, അല്ലെങ്കിൽ സംഘടിത മുന്നേറ്റത്തിന് ശക്തി ഉണ്ടെങ്കിലും രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത കാലത്ത്, അവിടെയാണ് 1954 SYS നിലവിൽ വന്ന് സമസ്ത ബഹുജന പ്രസ്ഥാനമായി മാറുന്നു. 1979 SSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട് അത് ഇന്ന് ഗോൾഡൻ 50 ആഘോഷിച്ച് മുംബൈയിൽ പോലും 10,000 പങ്കെടുപ്പിച്ച് സമ്മേളനം നടത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പാലപ്പറ്റ പള്ളിയുടെ വിമോചനത്തിന് വേണ്ടി നിരവധി ധർണകളാണ് കേരളത്തിൽ നടത്തിയത് SSFന്റെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ കേരളത്തിലെ ഒരു കാലം നമ്മൾ ഓർക്കണം. ഇവിടെയുള്ള പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അറിയില്ല, ഒരു 40 വയസ്സ് പ്രായം കഴിഞ്ഞ ആളുകൾക്കൊക്കെ അറിയാം. കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളിലെ ക്ലാസ് റൂമുകളിൽ അറബി ഭാഷ പഠിപ്പിക്കുന്ന ക്ലാസ് റൂമുകളിൽ വഹാബിസം പ്രചരിപ്പിച്ചൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു. KM മൗലവിയുടെയും MCC മൗലവിമാരുടെയും മൗലിദ് കേരളത്തിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ വിശ്വാസികളാകുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും കേൾക്കുക, പഠിക്കുക, പരീക്ഷ എഴുതുക എന്നൊരു കാലമുണ്ടായിരുന്നു. കേരളത്തിലെ ഓറിയന്റൽ അറബിക് കോളേജിലെ ടെക്സ്റ്റ് ബുക്കുകൾ മുഴുവനും വഹാബിവൽക്കരിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെയുണ്ടോ? ഇന്ന് സ്കൂളുകളിൽ അറബി പാഠപുസ്തകത്തില് അങ്ങനെ പഠിപ്പിക്കാൻ ഒരു അധ്യാപകൻ മുതിരോ? അങ്ങനത്തെ ഒരു പാഠഭാഗമുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ നടക്കോ? ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു സുന്നി പള്ളി ഭരണ സ്വാധീനമോ അധികാര സ്വാധീനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാധീനം ഉപയോഗപ്പെടുത്തിയിട്ട് പിടിച്ചെടുക്കാൻ ആരെങ്കിലും വരുമോ? എന്തുകൊണ്ട് വരുന്നില്ല? അവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത്. ഒരു കാലത്തൊക്കെ നടന്നിരുന്നു. അന്ന് SYS ശക്തി ഇല്ലായിരുന്നു, അന്ന് SSF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ശക്തി ഇല്ലായിരുന്നു, അഥവാ വളർന്നു വരുന്ന കാലമായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ കേരളത്തിൽ എല്ലാവർക്കും എതിരാളികൾ ഉണ്ടാകും. വിദ്വേഷം പ്രചരിപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല. പക്ഷേ ഒരു സമുദായത്തിന്റെ അസ്തിത്വം, ആ അസ്തിത്വത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കെ മതപണ്ഡിതന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് സ്വതന്ത്രമായി ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിന്റെ പാരമ്പര്യ സന്ദേശത്തെക്കുറിച്ച് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള അഭിമാനമെങ്കിൽ, ആ അഭിമാനം ആർക്കൊക്കെയുണ്ടോ അവർക്കൊക്കെ 100ാം വാർഷികം ആഘോഷിക്കാന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സുദീർഘമായി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഭരണ സംവിധാനങ്ങളെയും അധികാര സംവിധാനങ്ങളെയും കേരളത്തിലെ ഈ രാജ്യത്തെ ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചെറിയ ന്യൂനപക്ഷമാകുന്ന ഒരു വിഭാഗം നിയന്ത്രിച്ചുകൊണ്ട് പാവപ്പെട്ട സമുദായത്തിൽ ഇസ്ലാമിന് അന്യമായ, ഖുർആനിന് അന്യമായ, തൗഹീദിന് അന്യമായ, തിരുനബിയുടെ ചര്യക്ക് അന്യമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ തടയിടാൻ സാധിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബഹുജന അടിത്തറ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത സുന്നി യുവജന സംഘവും SSFും ജംഇയ്യത്തുൽ മുഅല്ലിമീനും വിദ്യാഭ്യാസ ബോർഡുമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ സ്വാതന്ത്ര്യം ഇനിയും പണ്ഡിതന്മാർക്കുണ്ടാവണം. ആ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആരൊക്കെയുണ്ടോ, അതിന് പറ്റുന്നവരുണ്ട്, അവർക്കൊക്കെ ആഘോഷിക്കാം. എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കണമെന്നാണ് കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരുടെ ആഗ്രഹം. ഒരു കാര്യം പറയട്ടെ സഹോദരന്മാരെ, അഭിവക്ത സമസ്തയിലും അതുപോലെ തന്നെ സമസ്തയുടെ പിളർപ്പിന് ശേഷവും ഏറ്റവും പാരമ്പര്യമുള്ള, സമസ്തയുടെ ഏറ്റവും ഔദ്യോഗിക പദവികൾ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ വഹിച്ച ഒരു നേതാവ് ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അത് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 30-ാം തീയതി കാസർഗോഡ് വെച്ച് സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ പ്രഖ്യാപനം നടക്കുകയാണ്. മറ്റാര് നടത്തിയാലും നമുക്കിതിനോട് വിരോധമില്ല, അതിനോട് എതിർപ്പില്ല. അവരോട് സംവാദത്തിന് പോകേണ്ടതില്ല, അവരോട് തർക്കിക്കാൻ നമുക്ക് സമയമില്ല. അവരും ആ രൂപത്തിൽ സമീപനം സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. സംഭവിച്ച ഭിന്നതകളും അനൈക്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഇനി 100ാം വാർഷികം ആർക്ക് എന്നതിനെ കുറിച്ച് തർക്കിച്ചിരുന്ന് ഈ സമുദായത്തിന് വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രം പറഞ്ഞ് ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.